എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടി ചെയ്യണം. പുതിയ കൂട്ടുകാരുണ്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബാഗ് ഒന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുത്താലോ. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ സാരിയുടെയൊക്കെ മുന്താണി ഭാഗമില്ലേ, അത് വെച്ചിട്ടാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തയ്ക്കാനായിട്ട് നമുക്ക് സ്റ്റിഫ് വേണം കേട്ടോ. സ്റ്റിഫ് ഇല്ലെങ്കിൽ നമുക്ക് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറാണെങ്കിലും മതി, സ്റ്റിഫിന് പകരമായിട്ട് ഉപയോഗിക്കാം, ബാഗിന് ഇച്ചിരി കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിഫാണ് എടുത്തിരിക്കുന്നത്. 2 പീസ് സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയിലാണ് ഈ 2 പീസ് സ്റ്റിഫ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റിഫ് ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം. ഇതുപോലെ 2 പീസും കൂടെ ഒരുമിച്ചാണ് രണ്ടായിട്ട് മടക്കുന്നത്. ഇത് രണ്ടായിട്ട് മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് വെച്ചൊന്ന് റൗണ്ടായിട്ട് നമുക്കൊന്ന് വരയ്ക്കണം. അതിന് വേണ്ടിയാണ് നടുവേ ഒന്ന് മടക്കിയിരിക്കുന്നത്. കറക്റ്റ് സെൻറ്റർ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഇതുപോലെ റൗണ്ടിലുള്ള ഒരു പാത്രം എടുത്തുകൊണ്ട് വരും. ആ പാത്രം കുറച്ച് ഇതുപോലെ മേളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടൊന്ന് വരച്ചു കൊടുക്കണം. ഇതാ നന്നായിട്ട് ഇതുപോലെ റൗണ്ടൊന്ന് വരയ്ക്കുക. ഇതുപോലെ വരും കേട്ടോ. അങ്ങനെ റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീസിലും റൗണ്ടായിട്ടില്ല, അത് റൗണ്ടാക്കണം 2 പീസിലൂടെ. എന്നിട്ട് വീണ്ടും അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി ഇതുപോലെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് റൗണ്ടായിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യാം. എന്നിട്ട് അതുപോലെ അങ്ങ് കട്ട് ചെയ്തൊന്ന് മാറ്റണം കേട്ടോ. ഇപ്പോൾ ചോക്ക് വെച്ച് ഞാൻ റൗണ്ടായിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുവേ. ഇനി അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ആ മേളിൽ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റണ്ട, ആ താഴെ വരച്ചതാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇപ്പോൾ 2 പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മേളിൽ വരച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു സൈഡിലായിട്ടുള്ളൂ. അടുത്ത സൈഡിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിഫ് എടുത്ത് ഇതുപോലെ ഓപ്പോസിറ്റ് വയ്ക്കുക. എന്നിട്ട് കഴിച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേനും സ്റ്റിഫിൻ്റെ അടുത്ത ഭാഗത്തോട്ടും ആ റൗണ്ടി വരച്ചത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ കിട്ടും കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗ് തയ്ക്കാനുള്ള തുണി എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സാരിയുടെ മുന്താണി ഭാഗമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം മെത്ത തയ്ച്ചപ്പോൾ അതിനകത്ത് മെയിനായിട്ടൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്താണി ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മുന്താണി കാണാൻ. അപ്പോൾ അതൊന്ന് 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസ് എത്ര നീളത്തിലും എത്ര വീതിയിലും എടുത്തിരിക്കുന്നതെന്ന് ഞാൻ ഇനി പറഞ്ഞു തരാമേ. അപ്പോൾ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഒരു 41 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീതി വന്നിട്ട് ഒരു 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആ സ്റ്റിഫിൻ്റെ റൗണ്ടിൽ വെച്ച് പ്ലീറ്റ് എടുത്തിട്ട് തയ്ക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ വട്ടം വരച്ചേക്കുന്നുണ്ടോ, ആ റൗണ്ട് വരച്ചേക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് ആ ഒരു റൗണ്ട് വരെ മൊത്തത്തിൽ അങ്ങനെ ആക്കി എടുക്കണം. ഇനി നമ്മൾ ആ സ്റ്റിഫ് എടുക്കുക. എന്നിട്ട് ആ സ്റ്റിഫിൻ്റെ റൗണ്ട് വരച്ച് അതിൻ്റെ അവിടെ തൊട്ട് മേൽ ഭാഗം തൊട്ട് ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. എന്നിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒരു പ്ലേറ്റ് എടുക്കുക. അങ്ങനെ റൗണ്ടായിട്ട് മൊത്തം നമുക്ക് പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ റൗണ്ടിലായിട്ട് ഈ ഒരു തുണി തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ റൗണ്ടിലായിട്ട് ആ തുണി തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണി എക്സ്ട്രാ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ മേളിൽ നിന്ന് എക്സ്ട്രാ കിടക്കുന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് മാറ്റാം കേട്ടോ. അപ്പോൾ സ്റ്റിഫ് ഇനി ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിലും ഇതേപോലെ തന്നെ പ്ലേറ്റ് എടുത്തിട്ട് വേണം തയ്ച്ച് വെക്കാൻ. ഇനി നമ്മുടെ ആ സ്റ്റിഫിൻ്റെ അളവിൽ തന്നെ താഴെ വശത്തുനിന്ന് റൗണ്ടായിട്ട് അതങ്ങ് തയ്ച്ച് വെക്കണം. അപ്പോൾ ആ സ്റ്റിഫിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തയ്ക്കേണ്ട, ഇത് മേള് വശത്തുനിന്ന് തന്നെ ആ സ്റ്റിഫ് ഇതിലൂടെ പോയിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ആ ഒരു റൗണ്ടിലങ്ങ് തയ്ച്ച് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ താഴ്വശം നമ്മളിങ്ങനെ റൗണ്ടിൽ തയ്ക്കാൻ നേരത്ത് ആ പ്ലേറ്റ് വരുന്ന ഭാഗമാകുമ്പോൾ ആ പ്ലേറ്റ് അങ്ങ് നന്നായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ കേട്ടോ. ഓരോ പ്ലേറ്റ് ഉണ്ടല്ലോ ഇടയ്ക്കൂടെ കാണുന്നത്, അത് താഴെ വശത്തേക്ക് ആ പ്ലേറ്റ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതേപോലെ അങ്ങ് റൗണ്ടിലങ്ങ് തയ്ച്ച് പോവുക.
അപ്പോൾ ഇതുപോലെ ഒരു പീസ് കൂടെ ഉണ്ട് നമുക്ക് തയ്ക്കാനായിട്ട്. അപ്പോൾ അതും ഒന്ന് തയ്ച്ചെടുക്കണം. താഴ്ഭാഗം നമ്മൾ ആ സ്റ്റിഫിൻ്റെ അളവിൽ തന്നെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ കിടക്കുന്ന ആ തുണി ഇതുപോലെ റൗണ്ടിലങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാരി തുണിക്ക് മാച്ചാകുന്ന ഒരു ഗോൾഡൻ കളർ തുണി ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. സ്റ്റിഫും അതേപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ റൗണ്ടിൽ ആ സ്റ്റിഫ് കാണുന്ന ഭാഗത്തേക്ക് വേണം നമുക്ക് ആ ഗോൾഡൻ കളർ തുണി റൗണ്ടിൽ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ. സ്റ്റിഫിന് 2 പീസുണ്ട്, ഗോൾഡൻ കളർ തുണിയും 2 പീസുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുപോലെ ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം ഇതാ നമുക്ക് റൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്ച്ചിരിക്കുന്ന അതെടുത്തിട്ട് കറക്റ്റായിട്ട് ആ സ്റ്റിഫിൻ്റെ ആ ഭാഗം നോക്കിയിട്ട് റൗണ്ട് ഇതുപോലെ ഞാൻ ആ താഴെ ഗോൾഡൻ കളർ തുണിയിലേക്ക് ഒന്ന് അടയാളം എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അടയാളം എടുത്തിട്ട് പിന്നെ അതങ്ങ് റൗണ്ടിലങ്ങ് വരച്ച് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ആ ഗോൾഡൻ കളർ തുണി കേട്ടോ. ഇപ്പോൾ കറക്റ്റ് അളവെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ റൗണ്ടായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുകയാണ്. റൗണ്ടായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റിഫും നമ്മുടെ ആ ഗോൾഡൻ കളർ തുണിയും കൂടെ അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ഒരു സ്റ്റിഫ് എടുത്ത് ഒരു ഗോൾഡൻ കളർ തുണി എടുത്തിട്ട് അത് ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി റൗണ്ടായിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് തിരിച്ചെടുക്കണം. നല്ല വശമാക്കി എടുക്കണേ. അപ്പോൾ അത് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിഫിൻ്റെ ഭാഗത്തോട്ട് ഇതുപോലെ വെച്ചിട്ട് അത് റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട്. അടുത്ത പീസിൽ ഇതേപോലെ തന്നെ അതും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ അടുത്ത ഭാഗമുണ്ട്, അവിടെ ഇതേപോലെ തന്നെ റൗണ്ടിൽ ഇതേ ഒരു പീസുണ്ട്, അതും ഇതേപോലെ തന്നെ തയ്ച്ച് വയ്ക്കണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 2 സൈഡിലും ആ ഗോൾഡൻ കളർ തുണി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വേണം കേട്ടോ. ഇതുപോലെ നമ്മുടെ ആ ബാഗിൻ്റെ തുണിയുടെ അത്രയും തന്നെ നീളമുള്ള സിബ് എടുക്കുക. പിന്നെ നമ്മുടെ ആ ബാഗിൻ്റെ ആ ഷേപ്പിൽ തന്നെ ഉള്ള രീതിക്ക് ഞാൻ 2 പീസ് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ബാഗിൻ്റെ ആ പ്ലീറ്റ് എടുത്ത തുണിയുടെ സൈഡിലേക്ക് നമ്മുടെ സിബ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ സിബിൻ്റെ മേളിൽ ഒരു സൈഡിലായിട്ട് നമ്മളിത് ലൈനിങ് തുണി വെച്ചിട്ട് നീളത്തിൽ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി ആ ലൈനിങ് ഇതുപോലെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ആ സിബൊന്ന് ഇതുപോലെ നമ്മൾ നേരെ വെച്ചിട്ട് ആ സിബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ. ഇതൊന്ന് ലൈനിങ് ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് ആ സിബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചിട്ട് പിന്നെ ആ ലൈനിങ് ആ റൗണ്ടിൽ നമ്മുടെ ബാഗിൻ്റെ തുണിയായിട്ട് ഒരുപോലെ തന്നെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. ഇനി ബാഗിൻ്റെ അടുത്ത പീസ് എടുക്കുക, അതിങ്ങനെ താഴ്ഭാഗത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സിബ് പിടിപ്പിച്ചിരിക്കുന്ന അത് നേരെ ആ സിബിൻ്റെ ഒരു ഭാഗം എടുത്ത് നമ്മൾ ബാഗിൻ്റെ അടുത്ത ഭാഗത്തോട്ട് ഇതുപോലെ വെക്കുക. ഇനി നമുക്ക് അടുത്ത പീസ് ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തിട്ട് ഈ ഒരു വശത്തേക്ക് വെക്കുക, സിബിൻ്റെ ഈ സൈഡിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ മേളിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നല്ല വശമാക്കിയിട്ട് ആ സിബിൻ്റെ അടുത്ത ഭാഗത്തോടെ നമുക്ക് പതിച്ച് തയ്ക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഒരു വശത്തോടെ പതിച്ച് തയ്ച്ചില്ല, അതേപോലെ തന്നെ
ആക്കുക. ഇതിപ്പോൾ അടുത്ത വശത്തേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ സിബിൻ്റെ സൈഡിൽ കൂടെ പതിച്ച് വയ്ക്കുകയാണ്. ഇങ്ങനെ പതിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മൾ ആ ലൈനിങ് പിടിപ്പിച്ചത് ആ ബാഗിൻ്റെ തുണിയായിട്ട് അതിൻ്റെ ആ ഒരു ഭാഗവും റൗണ്ടായിട്ട് തയ്ച്ച് വെക്കണം കേട്ടോ. ഇതാ ഇതിൻ്റെ താഴെ വശം ഇതാ ഇങ്ങനെ നമുക്ക് അതൊന്ന് റൗണ്ടായിട്ടൊന്ന് തയ്ക്കണം കേട്ടോ. അപ്പോൾ അതിവിടെ തയ്ക്കുന്ന കാണിക്കില്ല. ഇതാ ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും, താഴെ വശം ലൈനിങ് കൊണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ വള്ളി പിടിപ്പിക്കണം. അപ്പോൾ വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 20 ഇഞ്ച് നീളത്തിൽ 1/2 ഇഞ്ച് വീതിയിലുമാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത്. ആ ഗോൾഡൻ കളർ തുണിയിലുള്ള വള്ളിയാണ്. അതിങ്ങനെ ഇതാ കറക്റ്റ് നമ്മൾ ആ ഗോൾഡൻ കളർ തുണി പിടിപ്പിച്ച് ആ സിബിനോട് ചേർത്ത് തന്നെ ഇതുപോലെ ഒരു വള്ളിയുടെ തുമ്പ് ഇങ്ങനെ മടക്കി ഇതുപോലെ 2 സൈഡിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഇതായി കാണിക്കുന്ന പോലെ തന്നെ തയ്ച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാഗിൻ്റെ വള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ റൗണ്ടിൽ പിടിപ്പിക്കാനായിട്ട് തുണി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സിബിൻ്റെ അവിടം തൊട്ട് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതാ റൗണ്ടായിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഇങ്ങനെ അളന്ന് നോക്കണേ. ആ സിബ് വെച്ച് അവിടം തൊട്ട് ഇതാ ആ സിബിൻ്റെ അവിടം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കാം. 29 ഇഞ്ച് നീളമാണ് വരുന്നത് കേട്ടോ. 29 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിക്ക് തുണി എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു തുണി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലൈനിങ് തുണിയും നടുക്ക് സ്റ്റിഫും പിന്നെ ആ ഗോൾഡൻ കളർ തുണിയും കൂടെ ചേർത്താണ് ഇടയ്ക്കൂടെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നീളം 29 ഇഞ്ച് നീളം 4 ഇഞ്ച് വീതിയിലാണ് ഈ തുണി എടുത്തിരിക്കുന്നത്. ഈ ബാഗിൻ്റെ റൗണ്ടിൽ പിടിപ്പിക്കാനുള്ള തുണിയാണ് കേട്ടോ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തുണി ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് ഇതിനി ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കുന്ന പോലെ മടക്കുക. എന്നിട്ട് കറക്റ്റ് ആ സെൻറ്ററിൽ ഇതുപോലെ ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു 6 ഇഞ്ച് താഴ്ചയിലൊന്ന് അടയാളം ചെയ്യാം. 2 സൈഡിലും 6 ഇഞ്ച് അടയാളം ചെയ്തിട്ട് 6 ഇഞ്ച് അടയാളം ചെയ്തെടുത്തുന്ന കറക്റ്റ് സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് അകലത്തിലായിട്ട് ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതാ 2 സൈഡിൽ നിന്നും ആയിട്ട് ഒരു 1/2 ഇഞ്ച് ഡിഫറൻറ്റിൽ ഇതുപോലെ അങ്ങ് ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ആകൃതിയിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് അടയാളം ചെയ്തു. ഇനി നമുക്ക് കത്രിക എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. 2 സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇതാ ഇനി ഇത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബ് വരുന്ന ഭാഗത്തോട്ട് ആദ്യം ഇതിൻ്റെ 2 സൈഡും ആദ്യം തയ്ച്ച് വെക്കും. ഇതാ ഇതുപോലെ ഒരു സൈഡ് തയ്ച്ച് വെക്കും. അതിൻ്റെ അടുത്ത സൈഡ് അടുത്ത സിബ് വരുന്നിടത്ത് അവിടെ തയ്ച്ച് വെക്കും. അങ്ങനെ തയ്ച്ച് വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ ഒരു സൈഡിൽ ആദ്യം തയ്ക്കും. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് ബാഗിൻ്റെ അടുത്ത പീസ് അങ്ങ് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയൊന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാഗ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് പറ്റും. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ആ ഉൾഭാഗത്ത്. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇതിലിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാക്കിയാണ് നമ്മൾ സൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ സാരിയുടെ മുന്താണിയാണെന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല. നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ തുണിയൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേനും നല്ലൊരു ലുക്കായിട്ടുള്ള ഒരു ബാഗാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ലൊരു ഷേപ്പല്ലേ ഇതിൻ്റെ കാണാനാണേലും. ഇതുപോലൊരു ബാഗ് തയ്ക്കാനായിട്ട് ഇതിനകത്ത് നമുക്ക് പൈസ ചിലവെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ വെച്ചിരിക്കുന്ന സിബിൻ്റെ ഒക്കെ വിലയെന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിഫ് ഒട്ടിച്ചാണെങ്കിലും 1/4 മീറ്ററൊക്കെ നമുക്ക് ഒരു 10-17 രൂപയ്ക്കൊക്കെ നമുക്ക് സ്റ്റിഫ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ് സാധനം മേടിക്കുന്ന കടയിൽ കിട്ടും. സ്റ്റിഫാണെങ്കിലും സിബാണെങ്കിലും കേട്ടോ. അപ്പോൾ ഒരു കിടിലം ബാഗാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ ആരും തയ്ച്ചിട്ടില്ല, ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ.